മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോണത് ഇന്നലെ, അതായത് ഞായറാഴ്ച മോഹൻലാൽ വന്ന് കാണിച്ച എപ്പിസോഡിൻ്റെ ഒരു റിവ്യൂ എന്താണെന്ന് വെച്ചാൽ, എൻ്റെ പൊന്നേ, ആ എപ്പിസോഡ് അങ്ങോട്ട് കഴിയാനായിട്ട് ചക്രശ്വാസം വലിച്ചു എന്ന് പറഞ്ഞാൽ മതി. അത്ര ബോറ്, വളിപ്പ്, എന്തൊക്കെയാ കാട്ടിക്കൂട്ടണ ഈ ലാല് വന്നിട്ട്. ഇദ്ദേഹം ഈ വക വൃത്തികേടുകൾ കാണിക്കാനായിട്ട് ഈ ശനി ഞായറാഴ്ച വരാണ്ടിരിക്കാൻ നല്ലത്. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്തിനൊരു കാരണം വേണമല്ലോ. അപ്പോൾ ആ കാരണം പറയുന്നതിന് മുമ്പ് ഒന്ന് ലൈക്ക് അടിക്കുക. നിങ്ങളൊക്കെ ലൈക്ക് അടിച്ച് എന്നെ വളരെയധികം സഹായിക്കുന്നുണ്ട്. ലൈക്കൊക്കെ കൂടുന്നുണ്ട്. അതിന് നിങ്ങളോടെല്ലാവരും ഞാൻ കടപ്പെട്ടവനാണ്. എന്നിരുന്നാലും ഇതിപ്പോൾ വീഡിയോ ഇടുമ്പോൾ ഒന്ന് ഓരോന്ന് അടിച്ചോളൂ. അപ്പോൾ നമ്മുടെ ചാനൽ വളരെയധികം ഇമ്പ്രൂവ്മെൻ്റ് ആവും. പിന്നെ പോരാത്തിന് ഇപ്പോൾ 1,00,000 സബ്സ്ക്രൈബർ ആവാനായിട്ടുള്ള പോക്കണം. അതൊക്കെ നിങ്ങളാണ്. അതിൻ്റെയൊക്കെ ക്രെഡിറ്റ് നിങ്ങൾക്കാണ്. അപ്പോൾ നമുക്ക് പുരാണം പറയൽ നിർത്തി നമുക്ക് റിവ്യൂലേക്ക് കിടക്കാം. ഇന്നലെ വന്നിട്ട് ലാലേട്ടൻ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? നിങ്ങൾ തലോണ ഉണ്ടാക്കിയത് എങ്ങനെ? അത് ജിൻഡോ എന്ത് ചെയ്തു? നമ്മുടെ അപ്സരയ്ക്ക് എന്താണോ പ്രശ്നം? അപ്സരയ്ക്ക് എന്തോ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നല്ലോ. പിന്നെ സോപ്പ് പതച്ചല്ലോ, അതിൽ സായി എന്താ ഉടായ്പ് കാണിച്ചേ? സായി 2 ടൗസർ ഇട്ടോ, അതിൽ സിജോ 2 ടൗസർ ഇട്ടോ. അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് അവരൊക്കെ മുറിച്ച് കളഞ്ഞു, അവരൊക്കെ വെള്ളം ബ്ലോക്കായി, ഞാൻ തപ്പി നോക്കിയിട്ട് കണ്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ ചോദിക്കാനായിട്ട് എന്താണുള്ളത്? ഇതൊക്കെ ഒരു കാരണം, ഒരു വലിയൊരു ഇഷ്യൂ ആണോ? അതിനേക്കാളും വലിയ ഇഷ്യൂസുകൾ ഉണ്ടായിട്ട് മൂപ്പര് ചോദിക്കാറില്ല. അപ്പോൾ മൂപ്പര് ഇന്നലെ പിറന്നാൾ കഴിഞ്ഞിട്ട് വളരെ ഹാപ്പിയാണ്. ആരും ഉപദ്രവിക്കേണ്ട, ആരും വേദനിപ്പിക്കേണ്ട, എല്ലാവരും മൂപ്പരിരുന്ന് തലോടി ആ എപ്പിസോഡ് എങ്ങനെയെങ്കിലും ഒന്ന് കഴിക്കണം. മൂപ്പർക്ക് സ്ഥലം വിടണം. മൂപ്പരെ ബോഡി ലാംഗ്വേജ് കണ്ടാൽ നമുക്കറിയാം ആൾ ഈ സീസണോട് കൂടി ഇവിടെ നിന്ന് വിട പറയുന്നുള്ളത്. വേണം വേണ്ട എന്ന നിലയിലാണ് മൂപ്പരെ ആങ്കറിങ്. അപ്പോൾ അത് എന്തോ ആവട്ടെ, നമുക്കതിന് നോക്കിയിട്ട് കാര്യമില്ല. എന്നാലും യാതൊരു വിഷയങ്ങളും ഉണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടാവില്ല. നമുക്ക് ആകെ എല്ലാ പ്രേക്ഷകരും നോക്കിക്കൊണ്ടിരുന്ന ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ബർമുഡ അമ്മായി ഇവിടുന്ന് പോകുമ്പോൾ ആ മുഖത്തുള്ളവർ ആ മുഖം ഒന്ന് കാണണം. ഔട്ടാവെന്ന് പറയുമ്പോൾ ആ മുഖം ഒന്ന് കാണണം, ആ ചമ്മലൊന്ന് കാണണം. അതിനാണ് ഇന്നലെ പ്രേക്ഷകർ മുഴുവൻ കാത്തിരുന്നത്. ബർമുഡ അമ്മായിനെ ഔട്ട് ആക്കി. ലാസ്റ്റ് ജാസ്മിനും ടാസ്കിൽ ജാസ്മിൻ്റെ ബോളുകളും അതുപോലെ തന്നെ നമ്മുടെ ബർമുഡ ഗേളിൻ്റെ ബോളുകളും മാത്രമേ ബാലൻസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ജാസ്മിന് വ്യക്തമായിട്ട് അറിയാം ഇത് ഔട്ട് ബർമുഡ ഗേളാണെന്ന്. ജാസ്മിൻ ഇന്നലെ ബർമുഡ ഗേൾ ഔട്ടായിട്ട് യാതൊരു വക ഭാവ വ്യത്യാസങ്ങളും ഇല്ല. സന്തോഷമാണ്. കെട്ടിപ്പിടിക്കുമ്പോൾ ബർമുഡ ഗേൾ ഔട്ടായിട്ട് കെട്ടിപ്പിടിക്കുമ്പോൾ ഫെവിക്കോൾ ഒട്ടിച്ച് പിടിച്ച പോലെ കെട്ടിപ്പിടിക്കുമ്പോൾ ഒരു 2 മിനിറ്റ് 3 മിനിറ്റൊക്കെ 4 മിനിറ്റൊക്കെ കെട്ടിപ്പിടിക്കണം. ആ കെട്ടിപ്പിടിക്കുമ്പോൾ അവളി ചിരിക്കുക. അപ്പോൾ ബർമുഡ ഗേൾ ഔട്ടായ വഴിക്ക് ബർമുഡ ഗേൾ പറയുന്നുണ്ട് ആരും വിഷമിക്കരുത്. ഇവളാര്? ഈ ബർമുഡ അമ്മായി ആര്? ഇവള് പുറത്ത് പോകുമ്പോൾ അവിടെ വിഷമിക്കാനായിട്ട് ഒരാൾക്ക് അവിടെ വിഷമമില്ല. ഈ വിഷമം കാണിച്ച ആകെ 3 പേര് മാത്രമല്ലോ, 2 പേരുള്ളോ, 3 പേരും ഇല്ല. ജാസ്മിൻ മനസ്സിൻ്റെ ഉള്ളിൽ കൈയടിക്കുക. ഈ ബർമുഡ അമ്മായി പോയത് നമുക്ക് നല്ലതാന്ന് പറഞ്ഞിട്ട്. അല്ലെങ്കിൽ ഈ ബർമുഡ അമ്മായി ഈ പോയതിന് ആകെ സങ്കടം. നമ്മുടെ അപ്സരയുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ ഒഴുകുക. മോളെ നീ വിഷമിക്കണ്ട കേട്ടാ, ഈ ശനിയാഴ്ച മോളെ നിന്നെ ആ ബർമുഡ അമ്മായിയുടെ അടുത്തേക്ക് ആക്കാം. നീ ഒരുപാട് സർക്കസും ഒരുപാട് ഈ ഓവർ സ്മാർട്ടും അതുപോലെ തന്നെ ഒരു കളിയും കളിക്കുന്നില്ല, വെറുതെ വർത്തമാനം പറയാൻ മാത്രം ഒരാൾ. അപ്പോൾ ഈ ബർമുഡ അമ്മായി പോയതിന് നിനക്ക് ഇത്രയും സങ്കടം തോന്നേണ്ട കാര്യമില്ല, വിഷമിക്കണ്ട. ഇപ്രാവശ്യം അതേ നോമിനേഷനിൽ നിലനിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മോക്ക് ശനിയാഴ്ച പോവാട്ടാ. അതവരെ ഒന്ന് ക്ഷമിക്കില്ലേ? അതവരെ അവിടെ കിളമ്പൊന്നും ഉണ്ടാക്കണ്ട. ബർമുഡ അമ്മായി പോയി കരച്ചിലും വിളിച്ചതൊന്നും വേണ്ട. നോറ കരയുന്നുണ്ട്. നോറ കരയുന്ന വെച്ചാൽ നോറേനെ കുറേ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നോറയുടെ സങ്കടത്തിൽ കുറേ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഒറ്റയ്ക്ക് ബിഗ് ബോസിൽ വന്നു. ഈ വരാൻ പോണ ആൾക്കാരും വന്നു കഴിഞ്ഞ ആൾക്കാരൊക്കെ കണക്കെടുപ്പിൽ നമ്മൾ ചോദിക്കുന്നത്, ഈ ബിഗ് ബോസിൽ വരുന്നത് നമ്മൾ ഒറ്റയ്ക്ക് കളിക്കാനാണ്. ഇവിടെ വരുന്ന ഒരു ബന്ധങ്ങളും ഒരു സൗഹൃദങ്ങളും ഭാവിയിൽ നമുക്ക് നിലനിൽക്കില്ല, ഭാവിയിലോട്ട് ഗുണം കിട്ടൂല. അപ്പോൾ നമ്മളിവിടെ വന്നുണ്ടാക്കുന്ന സൗഹൃദങ്ങൾ വെറും നമ്മൾക്ക് വെള്ളത്തിലിറങ്ങി നമ്മൾ വളിയിട്ട അത് ബ്ലും എന്ന് പറഞ്ഞ് പൊട്ടിപ്പോവില്ലേ, ഒരു എഫക്റ്റും ഉണ്ടാവില്ല. അതേപോലെയാണ്
ഈ ബിഗ് ബോസിൽ ഉണ്ടാക്കുന്ന സൗഹൃദങ്ങൾക്ക്. ഇതിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവരെല്ലാവരും കൂടിയിട്ട് ഒരു പിക്നിക്കിന് പോവും, അല്ലെങ്കിൽ ഏതെങ്കിലും ഹോട്ടലിൽ തിന്നാനും കുടിക്കാനും കയറും, അല്ലെങ്കിൽ 4 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫോൺ ചെയ്യും. അതോടുകൂടി കഴിഞ്ഞു. ഈ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ആൾക്കാർ 10 ദിവസം ചാനലിലൊക്കെ ഏഷ്യാനെറ്റ് ചാനലിലൊക്കെ വിളിച്ചിട്ട് അവരെ എല്ലാ ഷോയിലും ഇവർക്കൊന്ന് ഒന്ന് പങ്കെടുപ്പിക്കും. അതോടുകൂടി കഴിഞ്ഞു. ഈ 50 ലക്ഷം കിട്ടുന്ന ആൾക്കാർക്ക് മാത്രം മെച്ചമുള്ളൂ. പിന്നെ നിങ്ങളൊന്നും ഇവിടെ സ്റ്റാറുകളല്ല, നിങ്ങളൊന്നും എല്ലാവരും മറക്കും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ സീസണിലെ ആകെ നമുക്ക് ഓർമ്മയുള്ളത് മാരാരെ മാത്രമേ ഉള്ളൂ. അതിന് മുമ്പിലത്തെ സീസണിലെ ആകെ നമുക്ക് ഓർമ്മയുള്ളത് ദിൽഷ, അതുപോലെ തന്നെ റോബിൻ. വേറെ ആരും ഓർമ്മയില്ല, വേറെ ആരും ഇവിടെ ഇല്ല, നമ്മുടെ പ്രേമിലേ ഇല്ല, ആർക്കും ഓർമ്മയില്ല. അവരുടെ പേര് പോലും ആരൊക്കെയാണ് പങ്കെടുത്തതെന്ന് പോലും നമുക്കറിയില്ല. അപ്പോൾ അത്രേ ഉള്ളൂ. നിങ്ങൾ ചെയ്യാൻ പറ്റാത്ത ജീവിതമാണ് നിങ്ങളുടെ ഈ ബിഗ് ബോസ് ഹൗസിൽ. നിങ്ങൾക്ക് ബാങ്കിൽ കിട്ടുന്ന കാശ് ലാഭം മാത്രമേ നിങ്ങൾക്ക് ലാഭമുള്ളൂ. എന്നിട്ട് നിങ്ങൾ ഈ ബർമൂഡ കേൾ ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് ആദ്യത്തെ ആഴ്ചയും 2-ാമത്തെ ആഴ്ചയൊക്കെ വലിയ കുഴപ്പമില്ലാണ്ട് നല്ല രീതിയിൽ എല്ലാവരോടും ഹരാസ് ചെയ്ത് ഒരുപാട് നല്ല കളികൾ കാഴ്ചവെച്ച ബർമൂഡ കേളാണ്. ആ നിലയ്ക്ക് പോകാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബർമൂഡ കേൾ ഇപ്പോൾ ഔട്ടാവില്ല. പിന്നെയാണ് ഈ ബർമൂഡ കേൾ ഈ സൗഹൃദങ്ങളെടുത്ത് തലയിൽ അങ്ങോട്ട് ചാർത്തി. അത് നല്ല ലാലേട്ടനും ചോദിച്ചു പുറത്ത് വന്നപ്പോൾ. സൗഹൃദങ്ങളുടെ അടുത്ത് താത്തി. അതുപോലെ തന്നെ ഗബ്രിയും ജാസ്മിൻ മാത്രമാണ് ഈ ബർമൂഡ കേളിൻ്റെ ഗെയിം കളയാനായിട്ടുള്ള ഒന്നാമത്തെ വ്യക്തി. ഇവർ 2 പേരെ പ്രേമം, കപട പ്രേമം അതിൻ്റെ ഉള്ളിൽ ഇവൾ നുഴഞ്ഞു കയറി. ഇവൾക്കും ഗബ്രീൻ്റെ ഒരു നോട്ടം ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട്. ആ ഒരു നുഴഞ്ഞു കയറ്റം, അതുപോലെ തന്നെ നോറയുടെ കരച്ചിൽ, അവൾ ആശ്വസിപ്പിക്കൽ, ഈ ബർമൂഡ കേളിന് എല്ലാവരും കെട്ടിപ്പിടിക്കലേ ഇഷ്ടം. ഇന്നലെ നിങ്ങൾ കണ്ടതാണല്ലോ, വരിയായിട്ട് നിന്നിട്ട് ആൾക്കാർ കെട്ടിപ്പിടിക്കുന്നു. എൻ്റെ പൊന്നെ, നമ്മുടെ ഇവൻ്റെ ഒരു പെൺകോന്തനുണ്ട്. പെൺകോന്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഊമ്പൻ. അവൻ്റെ വിചാരം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ മന്മഥനാണ്, അവൻ കമലഹാസനാന്ന മൂപ്പര വിചാരം. മൂപ്പര അവൻ്റെ ഉള്ളിൽ പെണ്ണുങ്ങളുടെ ഇടയിൽ മാത്രം മൂപ്പരെ കാണുള്ളൂ, അല്ലാത്തവർക്ക് ഒരു സ്ഥലത്ത് മൂപ്പര കാണില്ല. നമ്മുടെ അർജുൻ എന്ന് പറഞ്ഞിട്ടുള്ള വാഴ. ഇന്നലെ ഇവള് ഔട്ടായി എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വാഴേൻ്റെ അവിടെ മാറി നിന്നിട്ടുണ്ട്. കണ്ണ് തുടക്കിന് പറഞ്ഞ് കണ്ണ് തുടക്കിന്. അതുപോലെ തന്നെ ബർമൂഡ അമ്മായി വന്നിട്ടുണ്ട്. അവനൊരു കിസ് കൊടുക്കണ്, കെട്ടിപ്പിടിച്ചിട്ട് വിടുന്നില്ല. പോരത്തിന് മൂപ്പര് കോലാന്തോട്ടിയാണല്ലോ, കെട്ടിപ്പിടിച്ചപ്പോൾ പകുതിമാരെ എത്തുന്നുള്ളൂ. അപ്പം മൂപ്പര് കാലം ഒന്നും കൂടി പൊന്തിച്ച് പിടിച്ചിട്ടാണ് നമ്മുടെ കവളിൻ്റെ അവിടേക്ക് ഉമ്മ കൊടുക്കുന്നത്. ഇതൊക്കെ ഉമ്മയും കെമ്മിയും എല്ലാം മേടിച്ച് കഴിഞ്ഞപ്പോൾ ഈ 2 സൈഡിൽ നിങ്ങൾ കണ്ട ആകെ പെയിൻ്റ് അടിച്ചൊക്കെ ചുവന്ന പെയിൻറ്റ്. അതിൻ്റെ ഉള്ളിലുള്ള സകല ആൾക്കാരെ ചുണ്ടും കൊണ്ടുവന്ന് മേത്തും വെച്ച് ഇവളുടെ ചുണ്ട് അങ്ങോട്ടും വെച്ച്. അതറിഞ്ഞാലോ, ഇന്നലെ മൂപ്പര് ചുണ്ടത്തൊന്നും തേച്ചിട്ടില്ല, വലിയ മേക്കപ്പിലൊന്നല്ല. അപ്പോൾ ഇതാണ് ഉണ്ടായത്. ഇന്നലെ ബർമൂഡ കേൾ പോകുമ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് ആ ഡോറിൻ്റെ അവിടേക്ക്, ആ കൊള്ളസംഘത്തിൻ്റെ ഡോർ തുറക്കുമല്ലോ, അവിടേക്കൊന്നും ഇങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട് പ്രേക്ഷകർ പ്രാർത്ഥിക്കുക, ഇവളൊന്ന് വിട്, എത്രയും പെട്ടെന്ന് ഇവിടെ അങ്ങോട്ട് പറഞ്ഞയക്കി, മതി കെട്ടിപ്പിടിക്കൽ. ഈ കെട്ടിപ്പിടിക്കൽ കണ്ട് നമുക്ക് ബോറടിച്ചു. അത്രയധികം ബോറടിപ്പിച്ചിട്ടൊന്നുമില്ല അവൾ പോയത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഓവർ സ്മാർട്ട് കാണണം ലാലേൻ്റെ അടുത്ത് വന്നിട്ട് പ്രേക്ഷകരോട് സംസാരിക്കാം. അത് കിട്ടിയ സമയം കൊണ്ട് മോഹൻലാലിനും കെട്ടിപ്പിടിച്ചു. എന്താ ചെയ്യുക ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ? ലാലേൻ്റെ ഒരു ഇഷ്ടമില്ലാണ്ട് കെട്ടിപ്പിടിക്കുന്നത്. വളരെ ഇത്ര ഡിസ്റ്റൻസ് വെച്ചിട്ട് കെട്ടിപ്പിടിക്കുന്നത്. കാക്കല വന്നുകൊണ്ട് കമന്ന് വീഴുകയല്ലേ. മോഹൻലാൽ വീഴുമ്പോഴേക്കും പിടിച്ച് പൊന്തിച്ചു. മതി 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 മതി, എൻ്റെ നാടകമൊക്കെ അതിൻ്റെ ഉള്ളിൽ മതി, എൻ്റെ അടുത്ത് വേണ്ട എന്ന് പറഞ്ഞുള്ള നിലയിലാണ് ലാലേട്ടൻ നിന്ന് നടന്നത്. ലാലേട്ടൻ വലിയൊരു ഇത് കാണിക്കുകയും ചെയ്തില്ല. അപ്പോൾ അങ്ങനെ ഇവിടെയൊക്കെ എല്ലാവരും കോമണറായി വന്ന, ജനങ്ങളുടെ പ്രതിനിധിയായി വന്നുള്ള ഈ ബർമൂഡ കേളിനെ, ബർമൂഡയും അതുപോലെ തന്നെ എല്ലാം അവിടെ അഴിച്ചു വെപ്പിച്ച് പുറത്തേക്ക് വിട്ടു. നല്ല കാര്യം. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാരണം, ഒരു കുരിശ് ബിഗ് ബോസിൽ നിന്ന് ഒഴിഞ്ഞു പോയി. എപ്പോൾ പോകേണ്ടതാണെന്ന് ചോദിച്ചാൽ മതി. ഇനി ഒരു കുരിശും കൂടി ഈ ശനിയാഴ്ച പോകും. അപ്പോൾ ഒന്ന് വെളുക്കും. അതുപോലെ തന്നെ ഇന്നലെ പോണ നേരത്ത് ജിൻഡോട് വന്നിട്ട് പറയാം, ജിൻഡോ ചേട്ടാ, ഞാൻ ചെയ്ത തെറ്റിനൊക്കെ ജിൻഡോ ചേട്ടനോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. അപ്പോൾ ഇവള് കുറേ തെറ്റ് ജിൻഡോട് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമുക്ക് പ്രേക്ഷകർക്ക് മനസ്സിലായല്ലോ. ഇവള് ചില്ലറക്കാരിയൊന്നല്ല. ഇവൾ ഒരുപാട് തെറ്റുകൾ ജിൻഡോനെ ചെയ്ത് അടിച്ച് താത്തി ജിൻഡോനെ പല കുത്തിത്തിരിപ്പുകളും പലയിടത്ത് പോയി ഉണ്ടാക്കിയിട്ട് ആ ഗബ്രി വന്ന് ഈ ജിൻഡോൻ്റെ നെഞ്ഞത്ത് കയറാനും ജാസ്മിൻ വന്ന് ജിൻഡോൻ്റെ നെഞ്ഞത്ത് കയറാനും ഇതിനൊക്കെ ആക്ഷന് വെച്ച് കൊടുത്ത ആളാണ് ഈ ബർമൂഡമായി. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ അതിനൊക്കെ മാപ്പ് ചോദിച്ചിട്ടാണ് പോണത്. അപ്പോൾ അതൊക്കെ ഒരു മാപ്പ് ചോദിക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അതുകൊണ്ട് നമ്മുടെ ജിൻഡോൻ്റെ ഗ്ലാമർ ഒന്നുകൂടി കൂടി. ജിൻഡോ വലിയ രസത്തിലൊന്നല്ല, എന്നാലും പുറത്തുള്ളവർ കാണണമല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാവരോടും സ്നേഹത്തിൽ തന്നെ പെരുമാറിയത്. അപ്പോൾ ഇത്രയും നാടകങ്ങൾ കഴിഞ്ഞിട്ട് ഇന്നലെ ആ ബർമൂഡനെ അങ്ങോട്ട് പുറത്താക്കി. നമുക്ക് നല്ല ഒരു ഒത്തിരി പടക്കം മേടിച്ച് പൊട്ടിക്കുന്നുണ്ട്. മഴയായ കാരണം പൊട്ടില്ല പടക്കം, അതുകൊണ്ട് വേണ്ട. അപ്പോൾ
ഇനി നമുക്ക് ഇന്നത്തെ ഒരു ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇവിടെ ഞങ്ങളുടെ ബോണസ് ടാസ്ക് ആണ്. ഇന്നിവിടെ അങ്ങോട്ട് കളി വേറെ ലെവലിലേക്ക് മാറണം. അത് മാറ്റേണ്ടത് ബിഗ് ബോസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടാസ്ക് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ പ്രമോലൊക്കെ കണ്ടിട്ടുണ്ടാവും. ആ ടാസ്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ചുവന്ന കളറ്, മഞ്ഞ കളറ്, പച്ച കളറ്, എല്ലാം കുറേ 2 കളറുള്ള കുറേ കട്ടകൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് കൂട്ടിയിട്ടുണ്ട്. നീല കളറും ചുവപ്പ കളറും. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 2 ആൾക്കാർ 2 ടീമായിട്ടാണ് കളിക്കുന്നത്. അപ്പോൾ ഈ 2 ടീമായി കളിക്കാൻ വരുമ്പോൾ ഈ കട്ടകളിൽ നിന്ന് മാക്സിമം കട്ട നമ്മൾക്ക് കളക്ട് ചെയ്യാം. കളക്ട് ചെയ്തിട്ട് അവിടെ നമ്മുടെ പാർട്ട്ണർ അവിടെ നിൽക്കുന്നുണ്ട്. ആ പാർട്ട്ണറിൻ്റെ അവിടെ ഒരു വലിയൊരു ഈ കട്ട പണിയാനായിട്ടുള്ള ഒരു വലിയൊരു ബോർഡുണ്ട്. അപ്പോൾ എന്താ ഉണ്ടാവുക വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കട്ട പണിതതൊക്കെ കുറേ കട്ട അവിടെ ഉണ്ടാവും. ചുവപ്പ് കട്ട മുഴുവൻ അവിടെ, നീല കട്ട എവിടെയാണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാർട്ട്ണർക്ക് ഇവിടുന്ന് ഈ ഓട്ടയിൽ കൂടെ നീല കട്ട അങ്ങോട്ട് കൊടുക്കുക. അപ്പോൾ അവിടുന്ന് ചുവപ്പക്കട്ട ഇങ്ങോട്ട് തരും. അപ്പോൾ ആ ചുവപ്പക്കട്ട ഇവിടെ പണിയുക, നീലക്കട്ട അവിടെ മതിൽ പണിയുക. ഇങ്ങനെ 2 സ്ഥലത്തും മാറി മാറി മതിൽ പണിയാനുള്ള ടാസ്ക്. ഇത് വളരെ ഈസി ആയിട്ടുള്ള ടാസ്ക് അല്ല, ഒരു അധ്വാനം വേണ്ട ഒരു ടാസ്ക്കാണ്. ഒന്ന് ഈ ഇത് കൂടെ അങ്ങോട്ട് കൊടുക്കലും, ഇത് കൂടെ അങ്ങോട്ട് മേടിക്കലും, ഇത് കൂടെ കൊടുക്കലും, ഇത് കൂടെ മേടിക്കലും. അതുപോലെ തന്നെ അത് ഈ കട്ട ശേഖരിക്കാനായിട്ട് ഒരു വലിയൊരു ടാസ്ക് നടക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ സിജിയും മറ്റുള്ളവരൊക്കെ ആയിട്ട് ഭയങ്കര ഫൈറ്റ് നടക്കുന്നുണ്ട്. ഭയങ്കര ഒരു വഴക്കൊക്കെ നടക്കാനായിട്ടുള്ള സാധ്യതയുള്ള ഒരു ടാസ്ക്കാണ്. അപ്പോൾ അതുകൊണ്ട് എന്തൊക്കെയാണ് സംഭവിക്കാമെന്നൊന്നും പറയാൻ പറ്റില്ല. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് മരണ പോരാട്ടമാണ് നടക്കാൻ പോണത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ബോണസ് ടാസ്ക്കാണ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ദിവസങ്ങൾ കുറവാണ്. അപ്പം മാക്സിമം ഇനി ഒറ്റയ്ക്ക് നിന്ന് കളിക്കാനാണ് തോന്നുന്നത്. പിന്നെ ഒരു പ്രമോല് കണ്ടപ്പോൾ, നമ്മുടെ സായിനെ കണ്ടപ്പോൾ എനിക്ക് സായി ആണോ എന്ന് സംശയം തോന്നി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലീൻ ഷേവ് എന്ന് വെച്ചിട്ട് തലര മുടിയിട്ട് കംപ്ലീറ്റ് മൂപ്പര് നരപ്പിച്ചു. മീശ വരെ വടിച്ച് കളഞ്ഞിട്ട് മൂപ്പര് നിൽക്കുന്നത്. മൂപ്പര് ഇവിടെ വന്നപ്പോൾ കാറിൽ നിന്ന് വീഡിയോ ചെയ്യുമ്പോൾ ഒരു സ്റ്റൈല്, ഇവിടെ വന്നപ്പോൾ ഒരു സ്റ്റൈല്, കുറച്ച് കഴിഞ്ഞപ്പോൾ താടി വളർത്തിയ വേറെ സ്റ്റൈല്, ഇപ്പോൾ ഇത് ഇവിടുന്ന് പുറത്ത് പോകണ നേരമായപ്പോൾ വാഴ വേറെ സ്റ്റൈല്. ആയിക്കോട്ടെ. അപ്പോൾ സ്റ്റൈലുകൾ ഇങ്ങനെ മാറ്റി 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 പരീക്ഷിച്ചുകൊണ്ടിരിക്കുക വാഴ. അപ്പം ഇന്ന് നന്ദനയും സിജിയും മറ്റുള്ളവരായിട്ട് ഒരു വലിയൊരു വഴക്ക് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്നലത്തെ എപ്പിസോഡിൽ കാര്യമായിട്ടൊന്നും നടക്കാത്ത കാരണം നമുക്ക് റിവ്യൂ ചെയ്യാനായിട്ട് ഒന്നുമില്ല. ഇത്രയൊക്കെയാണ് അവിടെ നടന്ന സംഭവങ്ങൾ. അപ്പോൾ ഈ ഒരു ചെറിയ റിവ്യൂ നമ്മളിവിടെ നിർത്തുന്നു. അടുത്ത് ഇന്നത്തെ കളികൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞിട്ട് നമുക്ക് നാളെ വീണ്ടും വരാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. ബൈ.